നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അറിയിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു ദിവസമാണിന്ന്. നമുക്കറിയാം, സംസ്ഥാനത്ത് കൃത്യമായി എല്ലാ മാസവും ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി 2025 മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. 1600 2 ഗഡു പെൻഷനാണ് നമുക്ക് ഈ ഒരു മാസം നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അവരുടെ അക്കൗണ്ടുകളിലേക്ക് ആദ്യം 1600 രൂപയും പിന്നീട് 1-2 മണിക്കൂറിന് ശേഷം 1600 രൂപയും അത്തരത്തിൽ 3200 രൂപ 2 പ്രാവശ്യമായിട്ടായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരേ സമയം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയായിരിക്കും സംസ്ഥാന സർക്കാർ ഈ ഒരു തുക നിക്ഷേപിക്കുക. അതുകൊണ്ട് തന്നെ ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരും. 2 ഘട്ടങ്ങളായിരിക്കും 3200, അതായത് 2 പ്രാവശ്യമായിട്ടായിരിക്കും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 3200 രൂപ ആദ്യം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. എന്നാൽ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് നമുക്കറിയാം 200, 300, 500 രൂപയാണ് കേന്ദ്ര സഹായമായി 8.5 ലക്ഷത്തോളം ആളുകൾക്ക് ഒരു മാസം കേന്ദ്രം നൽകുന്നത്. അപ്പോൾ ഈ ഒരു തുക സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുൻകൂട്ടി അനുവദിച്ചിട്ടുള്ളതിനാൽ ഈ ഒരു തുക ആദ്യം അക്കൗണ്ടുകളിലേക്ക് 1600 രൂപ പെൻഷൻ ലഭിക്കുമ്പോൾ കേന്ദ്ര സഹായം കുറച്ചിട്ടുള്ള തുകയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. പിന്നീട് 2-3 ദിവസത്തേക്കാവും സംസ്ഥാന സർക്കാർ തന്നെ ഈ ഒരു തുക നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കും. ഇത്തരത്തിൽ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കുറവുകളൊക്കെ നമ്മളുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 മാസത്തെ പെൻഷൻ തുക വാങ്ങുന്ന ആളുകൾക്ക് ഇത് 400 രൂപ മുതൽ 1000 രൂപ വരെ ആയിരിക്കും അക്കൗണ്ടുകളിലേക്ക് കുറവ് സംഭവിക്കുക. ഈ ഒരു കേന്ദ്ര വിഹിതം, അതായത് 8.5 ലക്ഷത്തോളമുള്ള കുറവുകൾ സംഭവിക്കുന്ന ഈ ഒരു കേന്ദ്ര വിഹിതം സംസ്ഥാനത്തെ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് 2-3 ദിവസത്തിനുള്ളിൽ പിന്നെ സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കും എന്ന റിപ്പോർട്ടാണിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യുവാനുള്ളത്. അതിൽ 1 ഗഡു പെൻഷൻ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മെയ് മാസത്തെ പെൻഷൻ തുകയുടെ കൂടെ 1 ഗഡു പെൻഷൻ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 3200 രൂപ സംസ്ഥാന സർക്കാർ ഇന്ന് വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ നമ്മളുടെ 12 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു 3200 രൂപ ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് പ്രത്യേകം അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് 1600 രൂപ, അതായത് 12 ലക്ഷത്തോളം ആളുകൾക്ക് 1600 രൂപ മാത്രമായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത്. നമുക്കറിയാം, 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ 2024 മാർച്ച് മാസത്തിന് മുമ്പ് പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും, അതായത് 50 ലക്ഷത്തോളം ആളുകളാണ് ഇത്തരത്തിൽ 2024 മാർച്ച് മാസത്തിന് മുമ്പുള്ള പെൻഷൻ ലിസ്റ്റിൽ കൃത്യമായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നത്. ഈ ആളുകൾക്ക് മാത്രമായിരിക്കും അന്ന് കുടിശ്ശികയായിട്ടുള്ള ഈ ഒരു പെൻഷൻ തുക, അതായത് 1600 രൂപ കൂടി എത്തിച്ചേരുക. അതിനുശേഷം പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 12 ലക്ഷത്തോളം ആളുകളുണ്ട്. അവർക്ക് 1600 രൂപ മാത്രമായിരിക്കും ഇന്നത്തെ പെൻഷൻ വിതരണത്തിൽ ലഭിക്കുവാൻ പോകുന്നത്. അപ്പോൾ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെയും ഒക്കെ കൃത്യമായ പെൻഷൻ വിതരണ അറിയിപ്പുകളും ആനുകൂല്യ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്